രാവിലെ സമയം 3-3:30 മണിയായി. ഇന്ന് രാവിലെ കൊണ്ടകെട്ടി പോകാൻ വേണ്ടി രാവിലെ എല്ലാവരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. വണ്ടി എടുക്കണം. എന്നിട്ട് വണ്ടി ഇരിക്കുകയാണ്. വണ്ടി നേരത്തെ മണ്ട വരെ പോവായിരുന്നു. വഴി അല്ലടാ, പകുതി കുറെ ദൂരം സെയിം വഴിയിലാണ് പോകുന്നത്. ഈ കാറുകാരനത് എവിടെ പോവാ? കാറുകാരൻ എവിടെ പോവാ? അത് കുഴപ്പമില്ല, ഇവിടെ എല്ലാം കിട്ടുമല്ലോ, വെള്ളമൊക്കെയുള്ള എല്ലാം കിട്ടുമല്ലോ. നമുക്ക് നേരത്തെ ഇതിന്റെ മണ്ട വരെ പോവായിരുന്നു. നേരത്തെ ഇതിന്റെ മുകളിലോട്ട് കയറി പോവായിരുന്നു. ഇങ്ങനെ തന്നെ എടുക്കണേ. നമ്മളാരും ഇല്ലാണ്ട് വന്നതാണ്. അപ്പം ഇങ്ങനെ ആയിപ്പോ മൊത്തം ആൾക്കാരായി പോലെടാ. എന്ത് ചെയ്യാൻ പറ്റും? ഫുള്ളാ എന്ത് പറ്റിയടേ? എടാ ഇത് നടപ്പല്ല. ഇവിടം വരെ വണ്ടി, ഇതിന്റെ മുകളിൽ വരെ വണ്ടി വരും കേട്ടോ. നമ്മൾ വണ്ടിയിൽ വരുമ്പോഴത്തേക്ക് ഇതിന്റെ മുകളിൽ വന്ന് നിൽക്കും. ആ മുകളിൽ വരെ വരുന്നതാണ്. അവിടെ നിന്നാണ് നമ്മൾ സാധാരണ നടക്കാറുള്ളത്. ഇല്ല, നമ്മൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്താ പറയുന്നേ, രാവിലെ വന്ന് ആരും ഇല്ലാണ്ട് മല കയറാൻ വിചാരിച്ചിട്ട് ഇപ്പൊ ഇവിടെ മുടിഞ്ഞ ആള്, ഉത്സവത്തിനുള്ള ആളുണ്ട്. ഇതിനുണ്ട് വരുന്നു. വന്ന് വഴി തെറ്റിപ്പോയി. ഇനി തിരിച്ച് വഴി തിരക്കി നടക്കുവാണ്. രാത്രി ആയതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഏത് വഴിയാണ് പോകാനുള്ളതെന്നും. ഇപ്പം ഈ ആൾക്കാർ പോകുന്നതെല്ലാം കുരിശുമല പോകുന്ന വഴിയാണ്. നമുക്ക് അങ്ങോട്ടല്ല പോകാനുള്ളത്. വെല്ലൂന്ന് മലയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ പോകാനായിട്ടുള്ള വഴിയല്ലത്. നേരം വെളുത്തു. സമയത്തിലായിട്ട് 6 മണിയായോ? 6 മണിയായി. 6:10 സൺറൈസ്. ഇവിടുന്ന് മുകളിലോട്ട് വഴി കിടക്കുന്നതായിട്ട് തോന്നുന്നു. നമ്മൾ ഇതുവഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ കടയുടെ പുറകെ കൂടെ. അവിടെ ചെന്ന് തീരുന്ന അല്ല, അതിനപ്പുറത്തോട്ട് കയറാം, കുഴപ്പമില്ല. ആൾക്കാണ്ട് ഏകദേശം വഴി പോലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. വരുന്നുണ്ട്. നമ്മൾ വഴി തിരക്കുന്ന വഴിയൊന്നുമല്ല, പക്ഷെ വഴി പോലെയൊക്കെയാണ്. വഴിയാണോന്ന് വെച്ചാൽ ഐഡിയ ഒന്നുമില്ല. ഇത് വഴിയായിട്ട് കരുതി പോവാം. കരുതിച്ചാൽ നമ്മൾ ഏകദേശം ഒരു ധാരണയിൽ മുന്നോട്ടുള്ള വഴി ഇതാണെന്ന് ഒരു ഐഡിയലിൻ്റെ പുറത്ത് മാത്രം പോകുന്നതാണ്. നമ്മൾ വന്ന് ഇവിടെ ഇങ്ങനൊരു സ്ഥലമെത്തി. ഇവിടുത്തെ ഈ കാട് നമുക്ക് കയറി ഇറങ്ങണം. അതാണൊരു ചെറിയ പ്രശ്നം. മല ആ സൈഡ് കുറച്ചും കൂടി ഇടത്തിൽ തുടങ്ങിയാൽ മതിയായിരുന്നു. വാ നമുക്ക് ഈ ഒരു പാച്ച് എന്തായാലും ക്രോസ് ചെയ്യണം, എന്നാലും അപ്പുറം എത്താൻ പറ്റുള്ളൂ. വാ. ഓട്ടി കയറുവാ. അത് മറ്റേ ചൂരിലാണ് കേട്ടോ, വള്ളിച്ചൂരിലാണത്. മുള്ളൊക്കെ ഉണ്ടോ? ഒരു കുട്ടികളെ ഫാന്റാസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക് വേ.
ഇവിടെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് കുഴിമണ്ടലി. മണ്ടലി എന്ന് പറയുന്ന ഒരു പാമ്പ് ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ നമ്മൾ മുന്നോട്ട് വെച്ചാലും മുന്നോട്ട് തന്നെ. ഗൈസ് നിങ്ങളൊക്കെ പുറകിലായി പോയി ഗൈസ്. ഓട്ടി വാ. പോവാം. വഴിയില്ല, അതാണ് പ്രധാന പ്രശ്നം. ഈ ഒരു മുൾക്കാട്ടിൽ നിന്ന് പുറത്ത് കിടക്കണം. ഇത് വഴിയാണോന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇതെന്തോ ആണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഇവിടുന്ന് ഈ പാച്ച് കടന്നപ്പുറം എത്തണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും പറ്റുള്ളൂ. എന്തായാലും നേരം വെളുത്തത് കാര്യമായി. ഇല്ലായിരുന്നെങ്കിൽ നേരം വെളുത്തില്ലായിരുന്നെങ്കിൽ പണിയായി പോനെ. ഞാനിവിടെ ഒരു കുറുക്കനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കുറുക്കൻ, പന്നി, അത്യാദി സാധനങ്ങൾ. അതെ, അവനെ പറഞ്ഞു വിട്ടത് കാര്യം. നമ്മളിപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. അങ്ങ് ദൂരെ കാണുന്നൊരു മലയിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഈ മലയിൽ പോകാനായിട്ടുള്ള വഴി നമുക്ക് കൃത്യമായിട്ട് അറിയത്തുമില്ല. രാവിലെ എന്തോ ഗതികേടിന് എൻ്റെ കൂടെ കൂടിയായിരുന്നു 3 പേര്. പിന്നെ അവർക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ എനിക്കും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് വെറുതെ. ഹലോ ഗായ്സ്, ഇതവൻ്റെ ഹലോ ഗായ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കൊണ്ടകെട്ടി മലയിൽ കയറാനുള്ള ഒരു വഴിയുടെ ഏകദേശം ഒരു പകുതി വഴിയൊക്കെ ആയി. ഈ ഒരു പാറ ഒരു വലിയ പ്രശ്നമാണ്. ഈ പാറയിൽ മാറി കയറണം. ഇപ്പോൾ ഈ പാറയുടെ മുകളിലോട്ട് കയറുക. ഇതാണ് പാറ. ഇവിടുന്ന് ഒരു നൈസ് ഗ്രിപ്പ് പിടിച്ച് കയറി അങ്ങ് പോകണം. ഇടയ്ക്ക് നിന്നാൽ പണി കിട്ടും. അതുകൊണ്ട് ഓടി അങ്ങ് പോകാമെന്ന് വെച്ചു. വെള്ളം ഒഴുകിയിട്ട് പാറ തെന്നി കിടക്കുക. ഇതുണ്ടോ, വെള്ളം ഒഴുകിയിട്ട് പായൽ പിടിച്ച് തെന്നി കിടക്കുക. അവരിതോ താഴെ വെക്കുന്നു. ഇതാണ് സ്ഥലം. അതാണ് വില്ലൂന്നി മല. അല്ല, അത് വില്ലൂന്നി മല. ആ ടോപ്പിൽ കാണുന്നത്. ഇവിടുന്ന് നല്ല തെന്നലുണ്ട്. ഇവിടെ എങ്ങനെ കയറി വരണമെന്ന് അറിയാലോ. 4 കല്ല്. അങ്ങനെ കയറി വാ. ഒറ്റ സ്റ്റെപ്പിലും കയറി വരണം. വെള്ളം ഒഴിയ പാടാണ് കേട്ടോ. വെള്ളം ഒഴിയിട്ട് പായൽ പിടിച്ച് കിടക്കുന്നതാണ്. ഇതുണ്ടോ അത് ഇങ്ങനെ. പക്ഷേ ഇത് കിടുവായിട്ട് അല്ലാണ്ട് കയറാം. വാ, സമയമില്ല. ഓടി വാ. ഓൾറെഡി ഓൾറെഡി മറ്റേ അഡിഡാസിൻ്റെ അഭിവാസിൻ്റെ ഒക്കെ ഷൂ ആണ്.
ഓൾട്ടി ഇലയെ ചവിട്ടുന്നു അത് കയറിയാൽ മതി. ഓൾട്ടി നിൽക്കരുത്, സ്റ്റേ ചെയ്യരുത്, ചടപടയെന്ന് പല്ലി ഓടുന്ന കണക്ക് ഓൾട്ടി പല്ലി ഓടുന്ന കണക്ക്. ഗ്രിപ്പിന്റെ പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. എടാ നീ അവിടെ ചവിട്ടുന്നോടെ, നീ ഇങ്ങനെ എടാ കാലേ ആണ്ടേ കാലിൻ്റെ ആണ്ടെ ഇത് മാത്രം ചവിട്ട്, ഫുള്ള് കാല് ചവിട്ടാതെ. എടാ ഇങ്ങനെ കാലിന്റെ ടോ മാത്രം, ഇത് ടോ അല്ല, ഇത് മാത്രം ഇങ്ങനെ. അങ്ങനെ കയറി വാ, കണ്ടോ? കേറിപ്പോട്ടെ. ഇനി ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ രണ്ടുപേരും വന്നു. ഇനി ഒരാളും കൂടെ. അങ്ങനെ പോവാണ്. ഇതാണ് വഴി. എടാ ഇതുവഴി കയറാൻ ടാസ്ക്കാണ്. ഒന്നുമില്ല, ഞാൻ ഇവിടെ പിടിച്ച് കേട്ടാ, കയറി വന്നാൽ മതി. ഇപ്പോൾ നമ്മൾ ഏകദേശം എവിടെയൊക്കെ എത്തി കണ്ടോ. ഇനി നമ്മളിവിടുന്ന് ഈ പാറപ്പുറത്തൂടെ നടന്ന് കയറണം. ഒരുത്തൻ ഇവിടെ കിടന്ന് ഇഴയുന്നുണ്ട്. ഒരുത്തൻ തോ അവിടെ കവുന്ന് കിടക്കുന്നേ ഉള്ളൂ. 2 വടി തോന്നുന്നുണ്ട് ഞാൻ കയറണം. അഡിഡാസിൻ്റെ ഷൂവും, അഡിഡാസ് ഒറിജിനൽ അല്ലെന്നാ അവൻ പറഞ്ഞേ. അയ്യോ ചരിഞ്ഞു പോയി. ഒന്ന് ചരിഞ്ഞു പോയാൽ എന്നെ കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞോണ്ട് ഒരുത്തൻ്റെ രോദനം. എടാ പിടിച്ച് കയറാ, അവനൊന്ന് പിടിച്ച് കയറ്റി കൊടുത്തേ, ഇല്ലെങ്കിൽ ലൈവായിട്ട് ഒരുത്തൻ്റെ നീ ഒരു ചെറിയ ഒരു ബലയെ കൊടുക്കാവുള്ളൂ. അല്ലാണ്ട് ഇനി അവിടെ നിന്ന് കയറാൻ യാതൊരു റിസ്ക്കും ഇല്ല. ഒരു റിസ്ക് ഇല്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് ഓൾട്ടിയുടെ ഇത്തരം പ്രഹസനങ്ങൾ കാണണം. പിടിക്കുന്ന സ്ഥലങ്ങളെല്ലാം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൊള്ളാം, എത്തി കണ്ടോ. അവിടെ എവിടെയോ പള്ളീൻ്റെ മണി കേൾക്കുന്നുണ്ട്. ആ സ്ഥലം കണ്ടോ, ആ ഒരു ഭാഗമാണ് നമുക്ക് ഏറ്റവും പ്രശ്നം വരുന്നത്. അതായത് വെച്ചാൽ അതൊരു വെള്ളച്ചാലമാണ്. വെള്ളച്ചാലം എന്ന് പറയുമ്പോൾ മഴക്കാലത്ത് നല്ല വെള്ളം ആ 2 സൈഡിലും. ഇത് പാറയാണ്, അപ്പുറ സൈഡും പാറയാണ്. അതിന് ഇടഭാഗത്ത് മരങ്ങൾ തിങ്ങി ഉണ്ടായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ പുല്ലും പിന്നെ നല്ല മുള്ളും ഈറയും മുൾച്ചെടികളൊക്കെ ഉള്ളൊരു സ്ഥലം അത്. അപ്പോൾ അതിനിടയിൽ കൂടെ അത് ക്രോസ് ചെയ്യുന്നതായിരുന്നു പരിപാടി. ഇനി അടുത്തത് ഇവിടുന്ന് അങ്ങോട്ട് തന്നെ ഈ പാറയിൽ നിന്ന് താഴോട്ടിറങ്ങണം. ഇനി ആ പാറയിൽ നിന്ന് താഴോട്ടിറങ്ങിയിട്ട് ഇനി ഇതിൻ്റെ താഴെ ഈ പാറയുടെ താഴെയായിട്ട് അല്ലാത്ത സ്ഥലമുണ്ട്, അതായത് മണ്ണുള്ള സ്ഥലമുണ്ട്. ആ മണ്ണുള്ള സ്ഥലത്തോട്ട് ഇറങ്ങാം. അതും അവിടെ അങ്ങോട്ട് പോയി നമുക്ക് പോകാനുള്ളത് ആ മലയുടെ മുകളിലാണ് കണ്ടോ. ആ മലയുടെ മുകളിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ സാഹസങ്ങൾ മൊത്തം കാണിക്കുന്നത്. അങ്ങോട്ട് പോകാനുള്ള വഴി നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇനി ഇതുവഴി മുകളിലോട്ട് കയറണോ അതോ താഴെ വഴി ഇറങ്ങണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അതാണ് പ്രധാന പ്രശ്നം. അതുണ്ടോ ആ വലിയ മല ഉണ്ടോ, അതാണ് മല. ഇവിടെ നമ്മൾ സ്ഥിരം കയറുന്നതാണ്. അതായത് ഇത് വില്ലൂന്നി മല എന്ന് പറഞ്ഞിട്ട്, അതാണ് കൊണ്ടകെട്ടി. ഇവിടെ കയറാൻ ഏറ്റവും പാടുള്ള മലയെന്ന് പറയുന്നതാണ്. ഈ ഒരു പാച്ചിൽ 5 മലയുണ്ട്, അതിൽ 4 എണ്ണത്തിൽ നമ്മൾ കയറി. ഈ ഒരെണ്ണം കുറേ നാളായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇതിൽ കയറാമെന്ന് വിചാരിച്ചേ. ചിലപ്പോൾ ഇതിനേക്കാളും നല്ല വഴി ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ഇതുവഴിയൊക്കെ വരുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ക്രോസ് പോകണമെന്നാണോ അതോ ഇങ്ങനെ നേരെ പോകണമെന്നാണോ പറയുന്നത്?
അതിനേക്കാളും നമുക്ക് ഇപ്പൊ ഈ നിൽക്കുന്ന ഇവിടുന്ന് നേരെ പൊക്കപ്പുറത്തോട്ട് കയറിയിട്ട് അങ്ങനെ ക്രോസ് അത് പറ്റി. എന്നാ ഈ പാറയുടെ താഴെ കൂടെ പോകണം അല്ലേ? എന്നാ ഇവിടുന്ന് താഴോട്ട് ക്രോസ് ഇറങ്ങാം. ഈ പാറയുടെ താഴെ ഇവിടെ ഇങ്ങനെ ക്രോസ് ഇറങ്ങാം താഴെ, എന്നിട്ട് അങ്ങോട്ട് പോവാം. എന്ത് പറയുന്നു? നമുക്ക് ഈ വഴി മൊത്തം കയറി അവിടെ നിന്ന് അങ്ങനെ ക്രോസിന് പോയാലേ ആ മുട്ടക്കുന്നിൻ്റെ മുകളിലെത്താൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ആവശ്യം. നിലവിൽ ഇത് എങ്ങനെ എത്താൻ പറ്റുന്ന, ചിലപ്പോൾ ഇതിനേക്കാളും നല്ല വഴി നേരെ വേറെ ഉണ്ടായിരിക്കാം, അറിയത്തില്ല. അറിവില്ലായ്മയാണ് പ്രശ്നം. വഴി ഉണ്ടായിരിക്കുന്നതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഏതൊക്കെയോ വഴി കയറി പോവുക. ഇതുണ്ടോ, ഇത് ഈ പുൽമേട് ഇങ്ങനെ കയറാനും ഇവരെൻ്റെ കൂടെ രാവിലെ വന്നതാണ്. വാൽമാക്രിയ അത് ഞാൻ നേരത്തെ കണ്ട വാൽമാക്രീനെ അവർ പരിശോധിക്കുക. വാൽമാക്രി മാത്രമാണ്, അത് വേറെ ഒന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്ന നോക്കല. അത് തന്നെ, നീ തറ ചവിട്ടി വെക്ക്. കണ്ടോ, ഇങ്ങനെ നടന്ന് പോകണം. ഇവിടെ വെള്ളം ഒഴുകിയിട്ടുണ്ട്. ഇതെല്ലാം വെള്ളം ഒഴിയ ചാലുകളാണ്. ഇത് കണ്ടോ, ഈ വെള്ളം ഒഴിയ ചാലുകളിൽ എന്താ പ്രശ്നം വെച്ചാൽ പായൽ ഒടിച്ച് കിടപ്പുണ്ട്, നമുക്ക് ചവിട്ടി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനിടയിൽ വെള്ളം ഒഴുകാത്ത സ്ഥലങ്ങൾ തിരക്കി കണ്ടുപിടിച്ച് വേണം പോകാൻ. ഇവർത്തെന്താ ഇരുന്ന് കിടന്നൊക്കെ കയറിപ്പോയി. കയറി വാ, നിൽക്കണ്ട നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തെന്നി പോകും. നീ കയറി മാറിക്കൊടുറാ. കുറച്ച് റിസ്ക് ആണെങ്കിലും ആ സൈഡിൽ നിന്ന് വലിഞ്ഞു കയറിയാൽ ഇവർക്ക് എളുപ്പമായിരിക്കും. Volti, come on. നിന്നൊന്നുമല്ല, പടാ ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്വാസം എടുത്തേ. എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, പാമ്പോ കാര്യങ്ങളൊക്കെ കാണാമെന്നൊന്നും ഇരിക്കത്തില്ല. എല്ലാം ഉണ്ടാവും, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യണ്ട. നമുക്ക് പോകാനുള്ള വഴി അങ്ങ് പോയാൽ മതി. ഇവിടെയൊക്കെ കയറി വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, നല്ല ചരുവും ചായവുമാണ്. നമുക്ക് പോകാനുള്ള മലയുടെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും പറയുന്നു, ഇതല്ല ഇതിൻ്റെലോട്ട് വരാനുള്ള വഴി. ഇതിലോട്ടുള്ള വരാനുള്ള വഴി വേറെയാ. ഇത് ജസ്റ്റ് നമ്മുടെ പ്രാന്തിന് നമ്മൾ കയറുന്ന, അല്ലാണ്ട് ഈ വഴി ഒരു രജിസ്റ്റേർഡ് വഴിയേ അല്ല. ഇത് വെറും വെറുതെ. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന മല ആ പറയിൽ കാണുന്നതാണ്. അതുകൊണ്ടോ നമ്മളെന്തായാലും ആ മല കയറും. പുറകിൽ കണ്ടോ, ടഫാണ്, കുറച്ച് നല്ല പാടുമാണ്. എന്നുവെച്ചാൽ വഴി അറിയാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം. ഇതിനെക്കുറിച്ച് താഴെ നമ്മൾ നിലവിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരാൾക്ക് ഇതിലോട്ട് പോകാനുള്ള വഴി അറിയത്തില്ല. അതൊരാരും കയറിയിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന് മുന്നേ കയറിയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽ ഒന്നും കണ്ടിട്ടില്ല. ആരെങ്ങനെ കയറിയെന്നോ ഏത് വഴിക്ക് കയറിയെന്നൊന്നും വന്നിട്ട് അറിയത്തില്ല. പക്ഷെ അല്ലാണ്ട് ചില ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ കയറുന്നതൊക്കെ. അതുകൊണ്ടാണ് മനസ്സിലായതില്ല അതിൻ്റെ മുകളിൽ തന്നെ കയറാൻ കഴിയുന്നത്. ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറഞ്ഞു, ഇവിടെ ആരും കയറിയിട്ടില്ല, പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1-2 പേര് കയറിയിട്ടുണ്ടെന്നോ ഒക്കെ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം എന്താ വെച്ചാൽ കുരിശുമല കയറ്റമായതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വരാൻ എളുപ്പമുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വന്നിട്ടാണ് ഇങ്ങോട്ട് കയറിയതിപ്പോൾ. ആ പിറകിൽ കാണുന്ന അതാണ് മല. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കയറാനായിട്ട് നമുക്ക് നല്ല എളുപ്പ വഴിയാണ്. ഇതുണ്ട്. ഇപ്പം ഇങ്ങനെ ഇവിടുന്ന് ഈ സൈഡ് ഇങ്ങനെ ആണെങ്കിലും അപ്പുറത്തെ സൈഡിൽ നമുക്ക് അടിപൊളിയായിട്ട് കയറാനുള്ള വഴിയുണ്ട്. നല്ല സ്മൂത്തായിട്ട് ആർക്കും കയറാവുന്ന ഒരു മോഡറേറ്റ് ട്രക്കാണ്. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത വഴിയാണ്. ഇനി ഇപ്പോൾ കാണുന്ന
ഞാൻ ഈ കയറി വരുന്ന വഴി ഭീകരമാണ്. കാര്യം വെച്ചാൽ ഈ ഒരു സമയത്ത് കയറാൻ പറ്റുമെന്നല്ലാതെ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു സമയത്ത് കയറാൻ പറ്റുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ എൻ്റെ കൂടെ വരുന്ന ആൾക്കാരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പിറകിൽ 3 പേരുണ്ട്. ഇത് മുന്നിൽ കാണുന്നതാണ് ജിതിൻ, അവൻ വന്നോണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പിറകിൽ നീല ഷർട്ട് കാണാം, അർജുൻ. അതിൻ്റെ പിറകിൽ ഇപ്പം കാണാനില്ലാന്ന് വാക്കി ടോക്കിൽ വിളിച്ച് പറഞ്ഞ ആളാണ്. എടാ നേരെ കയറി വന്നാൽ മതി. അർജുനെ കാണുന്നുണ്ടോ നീ? നിന്റെ ഇടതുവശത്ത് അർജുനുണ്ട്. നിന്റെ ഇടതുവശത്ത് നീ നേരെ മുന്നിൽ കാണുന്ന പാറയുടെ അല്ലെങ്കിൽ ആ മരത്തിന്റെ ഇടതുവശത്ത് അർജുൻ കയറി നിൽപ്പുണ്ട്. കണ്ടോ? കാണുന്നുണ്ടോ? ഓൾട്ടി കാണുന്നുണ്ടോ? ഓൾട്ടി നിന്നെ ഞാൻ കാണുന്നുണ്ട്. ഞാനിവിടുന്ന് ശബ്ദം ഉണ്ടാക്കാം, അപ്പം തന്നെ കാണാൻ പറ്റും. കണ്ടോ? വോൾട്ടിക്ക് എന്നെ കാണാൻ വയ്യ. നമ്മൾ 3 പേരും 3 സൈഡിലോട്ടായി പോയാ നീക്കേ എങ്ങനെയുണ്ട് അർജുനെ ഇന്നത്തെ മലകയറ്റം? ഫണ്ടാസ്റ്റിക്, ഫാബുലസ്. അത് വരുന്നു നമ്മുടെ മറ്റൊരു സഹയാത്രികൻ നിൽക്കുന്നു. പാവം അവിടെ വള്ളി തൂങ്ങി നിൽക്കുവാണ്. എന്തോടെ ഉടനെ അങ്ങടെ വരുമോ? അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. എപ്പുറത്തോട്ട് ഇറങ്ങാൻ ആ തിരിച്ചിവിടെ ഇറങ്ങി അതുവഴി വേണമെങ്കിൽ പോകാന്നല്ലാണ്ട് അപ്പുറത്തിറങ്ങിയ വണ്ടി എങ്ങനെ പോയി എടുക്കും? അതുകൊണ്ട് അതൊന്നും നടക്കാത്ത കേസ്. നിങ്ങൾക്കിപ്പോൾ തോന്നും ഈ നടുക്ക് നിൽക്കുന്ന മല എന്താണ് ഇത്ര പ്രത്യേകത, ഇതിനേക്കാളും വലിയ മലയാണല്ലോ ഇതെന്ന്, അല്ലേ? ഈ കാണുന്ന മല വലുതായിട്ടല്ലേ തോന്നുന്നേ ഇതിനേക്കാളും? എന്നാൽ അങ്ങനെയല്ല. ഏറ്റവും വലിയ മല ഇതാണ്. അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് അതിൻ്റെ വലുപ്പം അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് നോക്കുന്നുകൊണ്ടാണ് ഈ മല, അതായത് വില്ലൂന്നി മല എന്ന് പറയുന്ന ഈ മല ആ മലയെക്കാളും വലുതായിട്ട് തോന്നുന്നത്. ഇനി ഇവിടുന്ന് കയറി അതിൻ്റെ മുകളിൽ എത്തുമ്പോഴത്തേക്ക് മനസ്സിലാവും അതാണോ വലുത് ഇതാണോ വലുതെന്ന്. ഇനി ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സ്ഥലങ്ങളുണ്ടോ? ഇതിൻ്റെ ചരിവ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ ഈ താഴോട്ട് കാണുന്നുണ്ടോ? എന്നിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വെറും ഒരു 4 അടി 5 അടി താഴ്ചയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ 5 അടി താഴ്ച വെച്ചാൽ ആ ഒരു ദൂരേ ഉള്ളൂ ഡിസ്റ്റൻസ്. പക്ഷേ ഞാൻ അവരുടെ ഒരുപാട് മുകളിലാണ്. ഒരു 80 ഡിഗ്രി, നമ്മൾ ഹരിയർ ഫോണിൻ്റെ ചരിവ് പറയത്തില്ലേ, ആ ഒരു ചരിവാണത്. ഏകദേശം ഒരു 80 ഡിഗ്രി ചരിവിലാണ് കയറുന്നത്. വോൾട്ടി ഇരുന്ന് നിരങ്ങുന്നുണ്ട്. വോൾട്ടി കുട്ടികളെ പോലെ മറ്റേ കളി കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ താഴെ എത്തും കേട്ടോ. അവിടുന്ന് ക്രോസ് ഇങ്ങനെ ക്രോസ് കയറുക. വേറെ ആരെങ്കിലും ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ, ഇതുവഴിയല്ല ഈ പറയുന്ന മലയിൽ പോയിട്ടുണ്ടെങ്കിൽ, നല്ല വഴി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇത് വഴിയല്ലെന്നറിയാം, ഇതൊരു ആവേശത്തിന് അഹങ്കാരത്തിന് കയറുന്ന വഴിയാണ്. ഞാൻ കണ്ടിട്ടുള്ള വലിയൊരു ശതാവരി കാണിച്ചു തരാവേ. ഇതുണ്ടോ ശതാവരി? ഇത് ശതാവരിയാണ്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഇത് തോന്നത്തില്ല ഇത് ശതാവരി അല്ലിത്. ശതാവരി അല്ല. ശതാവരി, അതെ ശതാവരിയാ. പക്ഷെ ഇതെന്തോ ഇതിനൊരു വലിയ ചോടുണ്ട്. ഇതുണ്ടോ കയറ് കണക്ക്? അതുകൊണ്ടോ ചെറിയ ഇതുണ്ടോ അതിൻ്റെ? ഇത് ശതാവരി അല്ല, വേറെ ശതാവരി അല്ല ഇത്. മുകളിലോട്ട് കിടപ്പുണ്ട്. അവിടെയൊക്കെ ഉണ്ട്, അവിടെ എല്ലാം കിടപ്പുണ്ട്. ശതാവരി ഈ കാട്ടിലിങ്ങനെ ചുമ്മാ കിടക്കുന്ന സാധനമാണ്. ചെറിയൊരു പ്രശ്നം പറ്റി. നമ്മളിപ്പം ഈ സൈഡ് വഴി ആണിങ്ങനെ നടന്നു വന്നത്. ഇതുണ്ടോ ഈ വില്ലുകുന്ന് മലയുടെ താഴെ കൂടെ ഈ സൈഡ് വഴിയാണ് നടന്നു വന്നത്. അവിടെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ
ഈ പാറയുടെ താഴെന്ന് അങ്ങനെ കയറാം. പക്ഷെ ആ വഴിയെക്കുറിച്ച് വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് ഈ പാറ വഴി നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് പാറ അങ്ങോട്ട് എത്തി കുറച്ച് ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് ഷാർപ്പായിട്ട് വരുവാണ് എഡ്ജ്. അപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊരു ഡൗട്ടാണ്. അതാണ് നമ്മളെ കൊതിപ്പിക്കുന്ന മല. എങ്ങനെയും ഇന്ന് അതിൻ്റെ മണ്ടയിൽ കയറിയിരിക്കും. നമ്മൾ മുന്നോട്ട് പോകുന്തോറും വഴി നല്ല ടഫായിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്തോറും വഴിയല്ല ചെറുതല്ല, നല്ല ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മരങ്ങളുടെ പുറകിൽ കാണുന്ന മലയിലോട്ടാണ് നമ്മൾ പോകുന്നത്. വഴിയായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇത് വഴിയല്ല, വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഇതിങ്ങനെ ജസ്റ്റ് കയറിപ്പോയി നോക്കാം എന്നുള്ള ഒരിത് മാത്രമേ ഉള്ളൂ. ഇവിടെയെല്ലാം പാറ എല്ലാം പൊട്ടിക്കിടക്കുക. നമ്മളിപ്പോൾ ഏതാണ്ട് എവിടേക്കും എത്തി. ഒരു ഐഡിയ ഇല്ലാത്ത സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഈ കാട്ടിനകത്തോട്ട് ഇങ്ങനെ പോയി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ അപ്പോൾ ഇങ്ങനെ കയറി നോക്കാം. ഇതൊരു വല്ലാത്ത പണിയായിപ്പോയി. മറ്റേ ലവൻ പറയുന്ന കണക്ക് ഇതെൻ്റെ ഐഡിയ ആയിപ്പോയി. അതുകൊണ്ട് ആരെയും ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ മൂഞ്ചി എന്നാണ് തോന്നുന്നത്. ഈ പാറയുടെ അപ്പുറം ഇല്ല വാ, നിലവിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് കയറി നോക്കണം. വാ, ഇനിയും മുകളിലോട്ട് കയറി നോക്കണം. ഇതിങ്ങനെ സൈഡ് വഴി അപ്പുറമായിട്ട് കണക്റ്റ് ആവുമെന്ന് തോന്നുന്നുണ്ട്. നോക്കാം. അതാണ് മല. വഴിയെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ലാണ്ട് തുടങ്ങിയ യാത്രയാണ്. അവിടെയാണ് നമുക്ക് പോകാനുള്ളത്. ഇപ്പോഴും ആ മലയിൽ ഏത് വഴി കയറും നമുക്ക് ഐഡിയ ഇല്ല. പക്ഷേ ഇപ്പോൾ തൊട്ടടുത്തൊക്കെ എത്താനായി. എൻ്റെ കൂടെ വന്നവർ അവിടെ നിൽക്കുവാണ്. 2 പേരുണ്ട്. നമ്മൾ വന്ന വഴിയാണ് ആ താഴെ കാണുന്ന ആ കുഴി. അവിടെ നിന്നാണ് കയറി വരുന്നത്. ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇതുവഴി എവിടെയെങ്കിലുമൊക്കെ വഴി ഉണ്ടായിരിക്കും, അറിയത്തില്ല. തിരിച്ചു പോകുമ്പോഴത്തേക്ക് നല്ലൊരു വഴി കണ്ടുപിടിച്ചിറങ്ങി പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ 2 പേര് വരാനുണ്ട്. അവർ ഇത്തിരി സ്ലോ ആണ്. ഓൾട്ടിയുടെ വാക്കിട്ടൊക്കെ ഇടയ്ക്ക് വഴിക്ക് വീണുപോയി. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വരുന്നതേ ഉള്ളൂ. ഞാനും അർജുനും ഇപ്പോൾ കുറച്ച് മുന്നോട്ടെത്തി. ഓൾട്ടി നമ്മളെ കണ്ടോ? ഓൾട്ടി നമ്മളെ കണ്ടോ? നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ മുകളിലോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അണ്ട് നമുക്കിപ്പോൾ നമ്മളിവിടെ ശബ്ദം ഉണ്ടാക്കാം. അപ്പോൾ കേൾക്കുന്നുണ്ടോ നോക്ക്. ഓൾട്ടി, നിങ്ങൾ നേരെ മുകളിലോട്ട് കയറുവാ. നിങ്ങളെ ഒരുപാട് പിറകിലായിപ്പോയി. അതുകൊണ്ട് കയറി വാ. അല്ലെങ്കിൽ എന്താ അറിയാം, ഇനി വെയിൽ ഉറങ്ങി. അപ്പോൾ അമ്മലേക്ക് പണി കിട്ടും. കൃത്യമായിട്ട് വഴിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിവരം ഇല്ലാണ്ടോ വന്ന ട്രക്കിങ്ങാണിത്. എന്തൊക്കെയോ ചെയ്ത് കൂട്ടാൻ വേണ്ടി ഭ്രാന്തെടുത്ത് വന്നൊരു സ്ഥലം. അത് വഴിയല്ലടാ, അത് മരം എന്തോ ഉരുട്ടിപ്പോയതാ, വലിച്ചോണ്ട് പോയതാ ആരെങ്കിലും. ഞാൻ ഈ സൈഡ് നോക്കട്ടെ, ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അത് വഴി പോവാം. നിങ്ങൾ അവിടെ ഒന്നും അതൊന്നും വഴിയല്ലടാ. അത് അങ്ങനെ ഒരു വഴി ഉണ്ടാവും. അതാ ഇതിങ്ങ് ഇപ്പുറത്തൂടാ. എടാ ഇങ്ങ് വാ. അവിടെ ഇങ്ങോട്ടെത്തി. എനിക്ക് വഴിയൊന്നും അറിയത്തില്ല. ഞാനെന്നാലും ഇവരെ വഴി കാണിച്ച് കൊണ്ട് പോകാമെന്നുള്ളൊരു രീതിയിൽ നടത്തിക്കണം. അവിടെ വഴി കിട്ടി. എടാ വഴി കണ്ടു. വാ. ഇതൊരു വഴി പോലെയൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഇങ്ങനെ പോയിട്ട് അങ്ങോട്ട്. ചീവീടിൻ്റെ വളം കണ്ടോ? വഴിയാണോ എന്ന് ചോദിച്ചാൽ വഴിയൊന്നുമില്ല. ജസ്റ്റ് ഒരു വഴി പോലെ ഇങ്ങനെ പോയി. എത്ര ദൂരം പോകണമെന്നും അറിയത്തില്ല. കാണുമ്പോഴത്തേക്ക് വലിയ അടുത്താണ്. നമ്മൾ അവിടെ നിന്നിട്ട് കാണുന്ന എല്ലാ സ്ഥലവും ഒരേ ദൂരം പോലെ ഇരുന്നു. വന്ന് വരാൻ നേരത്തെ ദൂരം പരിധിയില്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതിൻ്റെ ചുവടെത്തി. നമുക്ക്
ആ സൈഡെത്തണം. ഇതാണ് ആ മല. ഇനി ആ സൈഡെത്തണം. നമ്മൾ ഏകദേശം ഒരു ഇതിൻ്റെ ഈ മലയുടെ ഇതുണ്ടോ, ഈ താഴെന്ന് ഇവിടെ എത്തുന്നതിൻ്റെ ഒരു 80% കയറി. അല്ലല്ല, ഈ വലിയ പാറയുടെ മുകളിൽ കൂടെ കയറിക്കോ. കൂട്ടിമുട്ടുന്നുണ്ട്. ഈ വലിയ പാറയുടെ മുകളിൽ കൂടെ അങ്ങനെ കയറുക. ഞാൻ ഇതുവഴി കയറി വരാം. ആ കൂട്ടിമുട്ടുന്നുണ്ട്. ഞാൻ ഇതുവഴി കയറി വരാം. നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടെ കയറുക. വലിയ പാറയുടെ മുകളിൽ കൂടെ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ പാറയുടെ മുകളിലാണ് നിൽക്കുന്നത്. ആ കണ്ടടാ, അതാ വരുന്നു. ആ ഞാൻ ദാ ഇതുവഴി വഴിയുണ്ടോയെന്ന് അറിയത്തില്ല. അതാ പ്രധാന പ്രശ്നം. എനിക്ക് അവർക്ക് വഴി കിട്ടി. ഞാൻ ഒരു എക്സ്പെരിമെൻ്റ് കണക്കാക്കി വന്നത്. നോക്കട്ടെ. മുള്ളു തലയെ കൊണ്ട് ഒരു നല്ല വഴി എന്നൊക്കെ പറഞ്ഞ് എവിടേക്ക് എത്തി. ഞാനാണെങ്കിൽ ഇവർക്ക് വഴി കിട്ടി. ഞാൻ ഈ കാടൊക്കെ കയറി വന്നു. വഴി നോക്കി വന്നു. നല്ല വഴി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ടോ. എത്തി. ഒരു 80% കയറി പോകാനായിട്ട് നമുക്കൊരു വഴിയും കണ്ടുപിടിച്ചു. ഇതൊരു വഴിയാണ് കേട്ടോ. സ്ഥിരമായിട്ട് ആൾക്കാർ വരാത്തതുകൊണ്ട് അത്ര നല്ല തെളിച്ചൊന്നും ഇല്ലെങ്കിലും ഒരു വഴിയുടെ ഏകദേശ ധാരണയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. കൂടെ വരുന്നവരിതോ വരുന്നുണ്ട്. ഇല്ല് കാരണം ഉണ്ടോ, അവരും അതാ വരുന്നുണ്ട്. നമ്മളിനി കുറച്ച് മുന്നോട്ട് പോയി ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് അവിടുന്ന് മിക്കവാറും ഇടതോട്ട് തിരിയേണ്ടി വരും. തിരിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് കയറാനുള്ള വഴി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സ്ഥലത്തോട്ട് വരാനായിട്ട് നമ്മൾ 8-10 പ്രാവശ്യമെങ്കിലും ഈ വില്ലൂന്നി മലയും കൂനിച്ചി മലയും കയറിയിട്ടുണ്ട്. ഇവിടോട്ട് വരാനുള്ള വഴി കണ്ടുപിടിക്കാൻ. ഒരു വഴി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് എത്താമെന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങ് നടന്നതാണ്. എന്തായാലും കാര്യങ്ങൾ നല്ല രീതിയിലായി. ഇനി മുകളിലോട്ട് കയറുന്ന വഴി കാണിച്ചു തരാം. ആ നമ്മൾ കൊണ്ടറങ്ങിയുടെ ചുവടെത്തി. അല്ല, കൊണ്ടറങ്ങിയല്ല, കൊണ്ട കെട്ടിയുടെ ചുവടെത്തി. നമ്മളെത്തിയിരിക്കുകയാണ്. ഇനി കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു വഴി കണ്ടതുകൊണ്ട് നല്ല സന്തോഷമായിട്ട് കയറാം. നേരത്തെ നമ്മൾ വഴിയില്ലാണ്ട് കയറുമായിരുന്നു. എന്തായാലും ഇതുകൊണ്ട് എത്രയേ ഉള്ളൂ, ചെറിയൊരു ഇത്. ഇനി അതും കൂടെ കയറണം. നല്ല രീതിയിൽ ചീവീട് കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ചീവീടിൻ്റെ വലിയ ബഹളമാണ്. ഇത് വഴിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുണ്ടോ, മരമൊക്കെ വീണ് ഒക്കെ പൊഴിഞ്ഞ് കിടക്കുന്നു. ഇതുവഴി പക്ഷേ ആൾ കയറുന്നുണ്ടില്ലെന്നല്ല, ഇവർ പറഞ്ഞു തരാത്ത ആയിരിക്കാം. അല്ലെങ്കിൽ ഇനി പല പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ കയറി വരുന്നത് കൊണ്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. ഇതുവഴി ആൾ വരുന്നുണ്ട്. ഇവിടെ വഴി നല്ല തെളിഞ്ഞ് കിടപ്പുണ്ട്. കയറാൻ അങ്ങനെ അധികം വലിയ ബുദ്ധിമുട്ടുള്ള, നമ്മൾ വഴി അറിയാണ്ട് വന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ചിലപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. തിരിച്ചിറങ്ങി പോകുമ്പോൾ അറിയാൻ പറ്റും. എന്തായാലും കയറിപ്പോട്ടെ. ഇതുണ്ടോ, കയറ്റം നല്ല കുത്തി കയറ്റമാണ്. കയറാനായിട്ട് നല്ല പാടാ.
ഇതാണ് നമ്മൾ നോക്കി വന്ന മല. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ഈ വീടിൻ്റെ സംസ്ഥാന സമ്മേളനം. ഈ കാണുന്ന മലയാണ് വില്ലൂന്നി. ഇതാണ് വില്ലൂന്നി. നമ്മൾ വില്ലൂന്നിയുടെ മുകളിൽ കയറി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഈ സൈഡിലുള്ള ഈ കൊക്കയാണ്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ആക്സസ് ഉണ്ടാവില്ല. നമ്മൾ അപ്പോൾ എപ്പോഴും പ്രതീക്ഷിക്കുക ഇതിൻ്റെ മുകളിൽ വന്നാൽ ഇങ്ങോട്ട് കയറാം, അതായത് നമ്മളിപ്പോൾ ഈ കയറുന്ന മലയിലോട്ട് കയറാൻ കഴിയുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നോക്കും. പക്ഷേ എങ്ങനെയാണെങ്കിലും ഈ മലയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പുറത്തോട്ട് വരാൻ കഴിയില്ല. അതെ, ഒരുത്തൻ വീണ് നിരങ്ങുന്നുണ്ടോ? വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വീണു നിരങ്ങി അവിടെ ഇരുന്ന് പോയി, സെറ്റായി. അതുകൊണ്ട് ഇനി കിട്ടില്ല. എന്തായാലും എഴുന്നേറ്റ് വരട്ടെ. നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, എന്തായാലും അത് സാധിച്ചു. ഇപ്പോൾ ഞാനും അർജുനും ഉണ്ട്, ഓൾട്ടി പിറകിലായിരിക്കുന്നത്. അവൻ വരും, അവന് ശകലം തളർച്ചയായിപ്പോയി. അതിനിടയ്ക്കൊരു കോളൊക്കെ വന്നു, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും വരും. നമ്മൾ സാഹസികത കാണിച്ചല്ല കേട്ടോ, വഴി അറിയാണ്ട് പറ്റിയതാണ്. കൃത്യമായിട്ടുള്ള വഴി നമ്മൾ തിരിച്ചിറങ്ങി പോകുമ്പോഴത്തേക്ക് കണ്ടുപിടിക്കും, എന്നിട്ട് അതേ ഒരു ഇതാക്കുള്ളൂ. അതിന് മുന്നേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ മലയിൽ ഒരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ എപ്പോഴും വന്നാലും ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കയറാൻ കഴിയില്ല എന്നുള്ളൊരിതാണ്. താഴേക്ക് നമ്മൾ തിരക്കാൻ നേരത്തെ എല്ലാവരും പറയുന്നത് ഇവിടെ കയറാൻ അങ്ങനെ കഴിയത്തില്ല, ഇവിടെ പണ്ടാരൊക്കെ കയറിയിട്ടേ ഉള്ളൂ, അല്ലാണ്ട് അവർക്ക് അറിയത്തില്ല എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ പൊതുവിൽ ഇവിടുത്തെ നാട്ടുകാർ കുറച്ച് നിരുത്സാഹപരമായിട്ടായിരിക്കും പെരുമാറുന്നത് നിങ്ങളോട്. പലർക്കും ഇതിൻ്റെ ഒന്നും പേര് തന്നെ വേർതിരിച്ചറിയാനോ അല്ലെങ്കിൽ ആ മലയിലോട്ട് പോകാൻ ഉള്ള വഴി പറഞ്ഞു തരാനോ അറിയത്തില്ല. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങളിവിടെയുള്ള ഓരോ മലയിലോട്ട് പോകാനും നിങ്ങൾക്ക് ഓരോ വഴി വേണം. നിങ്ങൾ ആ കാണുന്ന കുരിശുമല, അങ്ങ് കാണുന്ന ആ കുരിശുമലയിൽ പോകാനായിട്ട് ഒരു വഴി, ഈ വില്ലൂന്നി വരാനൊരു വഴി, ഇവിടെ വരാനൊരു വഴി, ഇനി താഴെ കാണുന്ന അപ്പർ കൂനിച്ചിൽ പോകാനായിട്ട് മറ്റൊരു വഴി. അങ്ങനെ എല്ലാത്തിനും പ്രത്യേകം വഴിയാണ് അവിടെ. ചിലപ്പോൾ അതും ഒരു മലയുടെ പല ഭാഗങ്ങളിലായിട്ട് ചിതറി കിടക്കുന്നുള്ളേ. അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഈ വഴികളെക്കുറിച്ച് ചിലപ്പോൾ വലിയ ഐഡിയ ഉണ്ടാകാത്തതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞൊഴിയുന്നത്. ഇതാണ് ഞങ്ങളിപ്പോൾ ഏതാണ്ട് മുകളിലെത്തി. ഏതാണ്ടല്ല, ഒരു 90% കയറി. ഇനി ഈ കുറച്ച് മുകളിലോട്ട് കയറിയാൽ മാത്രം മതി. ഞാനിവിടെ ഇന്ന് വരുന്നതിന് മുന്നേ ഇന്നലെ രാത്രി ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. SK ഹരിനാഥിൻ്റെ കറുത്തച്ഛൻ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് ഈ സ്ഥലത്തിനെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്. പറയുന്നത് എന്താ വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 85 കിലോമീറ്റർ ദൂരം ഉള്ള സ്ഥലമാണ്. ഇതിൻ്റെ മുകളിൽ ഒരു സായിപ്പിൻ്റെയും മദാമയുടെയും അവരുടെ കുട്ടിയുടെയും കൂടെ ഒരു കല്ലറയുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വരെ വന്നിട്ട് അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഈ ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് കഥാകൃത്തിൻ്റെ ചിലപ്പോൾ ഭാവനയായിരിക്കാം. എന്തായാലും ആദ്യമായിട്ട് വരുന്നവർക്കോ വായിക്കുന്നവർക്കൊക്കെ ഈ സ്ഥലത്തിനെ കുറിച്ച് പേടിയൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഇവിടെ വരാനുള്ള നല്ലൊരു സ്ഥലമാണ്. കാര്യം വെച്ചാൽ ഈ കേരള തമിഴ്നാട് ബോർഡറിലാണെങ്കിൽ തന്നെ ഈ 2 വശത്തു നിന്നുള്ള കാറ്റിൻ്റെ കുറേ പ്രത്യേകതകളോട് വരാറുണ്ട്. അതായത് നമ്മൾ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഒട്ടും കാറ്റില്ലാണ്ടിരിക്കുകയും അതേസമയം അപ്പുറത്ത് ഭയങ്കരമായിട്ട് കാറ്റടിക്കുകയും ചെയ്യും. അത് 2 ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തു നിന്നുള്ള കാറ്റ് അപ്പുറത്തോട്ട് പോകാറില്ല. അപ്പോൾ നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നല്ല കാറ്റായിരിക്കും. അതേസമയം അപ്പുറത്തെ ഭാഗത്ത് ഒരു മെഴുകുതിരി കത്തിച്ചാൽ പോലും അണയാത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. കുരിശുമലയുടെ മുകളിൽ നിൽക്കുമ്പോൾ കുരിശടിയുടെ ചുവട്ടിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ മെഴുകുതിരി അനങ്ങാണ്ട് നിൽക്കും. അതേസമയം അതിനപ്പുറത്തെ സൈഡിൽ മരങ്ങൾ ആടി ഒലയുന്ന കാറ്റായിരിക്കും. ആ ഒരു രീതിയിൽ പല പ്രാവശ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്നിവിടെയൊക്കെ കാണണം. ഈ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ കയ്യിൽ കരുതണം. നല്ല വെയിലും ചൂടൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാകും വെള്ളമില്ലെങ്കിൽ. അത്യാവശ്യം എന്തെങ്കിലും സ്നാക്സ് ഇവിടെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. പിന്നെ പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളൊന്നും ആരും ഇവിടെ ഉപേക്ഷിച്ച് പോകരുത്. അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് ആരും ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാനോ ശ്രമിക്കാറില്ല. അപ്പോൾ അത് അവിടെ തന്നെ കിടക്കും. പ്രത്യേകിച്ച് മറ്റ് മൃഗശല്യങ്ങളൊന്നുമില്ല. ആന, പട്ടി, പാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പാമ്പുണ്ടാകും, പാമ്പിനെ നമ്മൾ കണ്ടില്ല. ആന, കാട്ടുപോത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞാനിപ്പോൾ നടന്നു വരുന്നതിൻ്റെ നേരെ പിറകിൽ ഭാഗത്താണ് അഗസ്ത്യാർ റോഡും വരുന്നത്. അഗസ്ത്യാർ റോഡ് പിറകിലെന്ന് പറഞ്ഞാൽ ഒരുപാട് പിറകിലോട്ട് പോകേണ്ടി വരും. അവിടെയൊക്കെ ആനയുണ്ട്. ഇവിടെയൊക്കെ മറ്റു പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പിറകിൽ കാണുന്നതാണ് ചിറ്റാർ ഡാം. നേരെ പിറകിൽ കാളിമലയുടെ നേരെ അടുത്ത് കുരിശുമല, ഇപ്പുറം വില്ലൂന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ മുകളിൽ കയറുന്നത്. കയറാൻ പറ്റില്ല എന്നൊക്കെ കുറേ ആൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കയറി.
എൻ്റെ പിറകിൽ 3 പേരും കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ വഴീനെക്കുറിച്ച് ഒരു ധാരണയില്ലാണ്ട് വന്നുകൊണ്ട് കുറച്ച് ചുറ്റിയാണ് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. യാത്രയൊക്കെ സുഖമായിരുന്നു. പിന്നെ മുകളിലോട്ട് കയറാനും വലിയ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. കുറച്ച് കയറ്റവും ഒക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. ചെറിയ മലയെ കയറി വെള്ളം കളയുന്നുണ്ട് നാറുകളെ. ഒരു ഫീൽഡ് മാത്രം വന്ന ഒരു വഴിയാണത്. എന്തായാലും ഞങ്ങളിതിൻ്റെ മുകളിലെത്തി, ഏറ്റവും ടോപ്പിലെത്തി. ചിലപ്പോൾ അതിനേക്കാളും ചെറുതായിരിക്കും അത്, പക്ഷേ അതിനേക്കാളും ചലഞ്ചിങ് ആണത്. അവിടെ കയറാനായിട്ട് വലിയ പാടൊന്നുമില്ല. കാളകെട്ടിൽ നിന്ന് കയറി വന്ന് അവിടെ വന്ന് നേരെ സിമ്പിളായിട്ട് കയറാവുന്നേ ഉള്ളൂ. റിസ്ക്കോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായ വഴിയുണ്ട്. വരാനായിട്ട് ചോദിച്ചാൽ പറഞ്ഞു തരാൻ ആളുമുണ്ട്. ഇത് അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നില്ല, റിമോട്ടായിരുന്നു. 4 സൈഡിലും ചെങ്കുത്തായ സ്ഥലം. ഞങ്ങൾ ആരോട് ചോദിച്ചാലും പറ്റില്ല, കഴിയില്ല എന്നൊക്കെ ഉള്ള മറുപടികൾ മാത്രം. 3-4 പ്രാവശ്യം ഞങ്ങൾ അവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വന്ന് ടെൻ്റ് അടിച്ച് അവിടെ കിടന്നു, കരശര വഴി കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ നടന്നില്ല. അങ്ങനെ പല കാര്യങ്ങൾക്ക് ശേഷം എന്തായാലും ഇന്ന് കയറും എന്നുള്ളൊരു വാശിയിൽ വന്നതാണ്. എന്തായാലും ഞങ്ങൾ കയറി. ഞങ്ങൾ 4 പേരുണ്ട്, 2 പേര് ഇന്ന് വരാനുണ്ട്. അവരും എൻ്റെ മുകളിൽ വരും. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകത്തുള്ളൂ. ആരൊക്കെയോ താഴെ ഉണ്ട്. അവർ താഴെ കയറി, ഞങ്ങൾ മുകളിൽ കയറി. ഞങ്ങൾ പണ്ടൊരു ദിവസം ഇവിടെ വന്നിട്ട്, ഇവിടെ അല്ല, ഇവിടെ കയറാനെന്നുള്ള ഒരു മോഹത്തിൽ വന്നിട്ട് അവിടെ പോയി ടെൻ്റ് അടിച്ചു. പക്ഷെ അവിടെ കയറാൻ വന്നത് നമ്മളൊരു ഭയങ്കര ഭീതിജനകമായിട്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ മലയുടെ ഈ സൈഡിലാണ് വന്നത്. ഈ വശത്ത് വന്നിട്ട് അവിടുത്തെ വഴി രാത്രി മുറിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് വഴി അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ അതുവഴി വന്ന് ഈ മലയുടെ താഴെ വന്നു. അവിടുന്ന് പാറയിലൊക്കെ അടുപ്പിടിച്ചത് അതിൻ്റെ ഒരു പകുതിയിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് വഴി അറിയത്തില്ല. ഏത് വഴിക്ക് പോകണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയത്തില്ല. എന്നാലും മുകളിലോട്ടാണ് കയറാനുള്ളതെന്നുള്ളൊരു വിശ്വാസത്തിൽ. പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ മുകളിൽ ഈ കൂനിച്ചാണെന്നുള്ള അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് എത്താമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് കയറി. ആ പാറയിൽ കാണുന്ന പുല്ലിലൊക്കെ അള്ളി പിടിച്ച് കയറി അതിൻ്റെ മുകളിലെത്തി. അവിടുന്ന് ടോപ്പ് എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് ലോവർ കൂനിച്ചാണെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ടെൻ്റ് അടിച്ചു. രാത്രി ടെൻ്റ് അടിച്ച് അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് അതിന് അടുത്ത ദിവസം രാവിലെ അതിൻ്റെ മുകളിൽ കയറി. വ്യൂവും കാര്യങ്ങളെല്ലാം അതിൻ്റെ മുകളിൽ നല്ലതാണ്. പക്ഷെ ആരും കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ കയറുന്നതായിരുന്നു നമുക്ക് ഏറ്റവും ചലഞ്ച്. ഇവിടുന്ന് ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അപ്പുറം ഭാഗം വില്ലൂന്നി മല വലുതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതിൽ കാര്യമില്ല, വലുതിലല്ല കാര്യം.